APT അഥവാ അഡ്വാൻസ് പേഴ്സിസ്റ്റൻറ്റ് ത്രെറ്റ്. ഇന്ന് നമ്മൾ ഇതിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. അഗെയിൻ വെൽക്കം ബാക്ക് ടു ഫെറ്റ്ല. ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് ആൻ APT? എന്താണ് APT എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അഡ്വാൻസ് പേഴ്സിസ്റ്റൻറ്റ് ത്രെറ്റ് APT അഥവാ എ ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ടാർഗറ്റഡ് സൈബർ അറ്റാക്ക്. ഇതെന്ന് പറഞ്ഞാൽ അത്രത്തോളം സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു ടാർഗറ്റ് ചെയ്ത് നടത്തുന്നൊരു അറ്റാക്കാണ് എന്ത് ഈ ഒരു APT എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഓക്കെ, അഡ്വാൻസ്ഡ് ആണ്. ഈ ഒരു 3 വേർഡിന് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ മീനിങ്സ് വരുന്നുണ്ട്. അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? യൂസസ് കോംപ്ലക്സ് മെത്തേഡ് ടു എക്സ്പ്ലോയിറ്റ് വൾണറബിലിറ്റീസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കോംപ്ലക്സ് ആയിട്ടുള്ള മെത്തേഡ്സ് ആയിരിക്കും ഇവർ യൂസ് ചെയ്യുക, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള. ദെൻ പേഴ്സിസ്റ്റൻറ്റ് നിലനിൽക്കുക. ഓക്കെ, ദ അറ്റാക്കർ സ്റ്റേ ഇൻസൈഡ് ദ സിസ്റ്റം അൺഡിറ്റക്റ്റഡ് ഫോർ ലോങ് പീരീഡ്. അവരുടെ ആ ഒരു ടാർഗറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ഇതുപോലെ അൺഡിറ്റക്റ്റഡ് ആയിട്ട് ആ ഒരു സിസ്റ്റത്തിനകത്ത് എന്ത് ചെയ്യും? ഇങ്ങനെ നിലനിന്ന് പോകും. ദെൻ ത്രെറ്റ് എന്ന് പറയുമ്പോൾ ടാർഗറ്റ് ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ സച്ച് ആസ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർ ഗവൺമെൻറ് ഡാറ്റ. ഇവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവർ ഈ ഒരു ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഡാറ്റാസൊക്കെ പൊതുവെ എന്ത് ചെയ്യുന്നത്? ടാർഗറ്റ് ചെയ്യുന്നത്. ദെൻ ഹൂ ഡു APTs ടാർഗറ്റ്? ആരൊക്കെയാണ് ഈ APTs എന്ത് ചെയ്യുന്നത്? ടാർഗറ്റ് ചെയ്യുന്നതിനുള്ള കാര്യം നമുക്ക് നോക്കാം. ഗവൺമെൻറ് ഓർഗനൈസേഷൻ. ഓക്കെ, ഫോർ പൊളിറ്റിക്കൽ ഓർ മിലിറ്ററി എസ്പിയോനേജ്. ഓക്കെ, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പൊളിറ്റിക്കൽ അല്ലാന്നുണ്ടെങ്കിൽ മിലിറ്ററി ആയിട്ടുള്ള രഹസ്യമായിട്ടുള്ള ചാരപ്രവൃത്തികളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? ഇതുപോലെ നിയോഗിക്കുന്നതുണ്ടാകും. അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓർഗനൈസേഷനെതിരായിട്ട് എന്ത് ചെയ്യും? ഈ ഒരു APT ഉണ്ടാകും. ദെൻ ലാർജ് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ടു സ്റ്റീൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർ ട്രേഡ് സീക്രട്ട്. നമ്മളിപ്പോൾ നമ്മുടെ ആ ഒരു കമ്പനി നമുക്ക് എന്താണ് ശത്രുവായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയിലേക്ക് ഈ ഒരു APT ടീമിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ അസൈൻ ചെയ്ത് കൊടുക്കും. അവരെന്ത് ചെയ്യും? ഇതുപോലെ നോക്കിയിട്ട് നമ്മുടെ ആ ഒരു കമ്പനീൻ്റെ ട്രേഡ് സീക്രട്സോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നമുക്കിതുപോലെ ചോർത്തി തരും. ദെൻ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. അവിടെ എന്താണ്? സച്ച് ആസ് പവർ ഗ്രിഡ്സ് നമ്മൾ ആ ഒരു രാജ്യത്തിന് എൻ്റയർ പവർ സപ്ലൈ ചെയ്യുന്ന പവർ ഗ്രിഡ്സിൽ നിന്നും എന്ത് ചെയ്യുക? ഇതുപോലെ ഈ ഒരു APTs വർക്ക് ചെയ്യും. വാട്ടർ സിസ്റ്റം അല്ലാന്നുണ്ടെങ്കിൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, ഇവിടെയൊക്കെ എന്ത് ചെയ്യും? ഈ ഒരു APT വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഈ APT. ദെൻ ഹൈ വാല്യൂ ഇൻഡിവിജ്വൽസ്. നമ്മളിപ്പോൾ ഒരു കമ്പനീൻ്റെ CEO അല്ലാന്നുണ്ടെങ്കിൽ പൊളിറ്റീഷ്യൻസ് ഉണ്ടാകും, അല്ലാന്നുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സ് ഉണ്ടാകും. ഒരു ഹൈ വാല്യൂ ഇൻഡിവിജ്വൽസിനെ ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു APT ടാർഗറ്റായിട്ട് വെക്കും. ദെൻ റിയൽ വേൾഡ് എക്സാമ്പിൾസ് ആണ് ഇനി APTയിലുള്ള നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒന്ന് സോളാർ വിൻഡ് 2020 നടന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? US ഗവൺമെൻറ് ഏജൻസീസ്, IT കമ്പനീസ്, അതായത് USലുള്ള ഗവൺമെൻറ് ഏജൻസീസിന് അതുപോലെ തന്നെ IT കമ്പനീസിനായിരുന്നു ഈ ഒരു സോളാർ വിൻഡ്സിൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എഫക്റ്റ് ചെയ്ത് എന്താണ്? സപ്ലൈ ചെയിൻ, അവിടെ ഒരു സപ്ലൈ ചെയിൻ അറ്റാക്കാണ് നടത്തിയേക്കുന്നത്. അതിലെന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഒരു മാൽവെയർ എന്ത് ചെയ്തു? ഡെലിവർ ചെയ്തു ത്രൂ എ കോംപ്രമൈസ്ഡ് അപ്ഡേറ്റ് ഓഫ് സോളാർ വിൻഡ്സ് ഒറിയൻ സോഫ്റ്റ്വെയർ. അവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു സോളാർ വിൻഡ്സിൽ യൂസ് ചെയ്തിരുന്ന ഒറിയൻ സോഫ്റ്റ്വെയറിനകത്ത് എന്ത് ചെയ്തു? ഒരു അപ്ഡേറ്റ് എന്ത് ചെയ്തു? ഇവർ കോംപ്രമൈസ് ചെയ്തിട്ട് അതുവഴി എന്ത് ചെയ്തു? ഈ ഒരു മാൽവെയർ അവർ ഡെലിവർ ചെയ്തു, അഫക്റ്റിംഗ് ഓവർ 80,000 ഓർഗനൈസേഷൻ ഗ്ലോബലി. ഓക്കെ, അവിടെ എന്ത് ചെയ്തു? അത്രത്തോളം വരുന്ന ഓർഗനൈസേഷനെ ഗ്ലോബലി അതെന്ത് ചെയ്യൂ? ഈ ഒരു അറ്റാക്ക് വഴി അഫക്റ്റ് ചെയ്തു. ദെൻ റെഡ് എക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ പവർ ഗ്രിഡിനായിരുന്നു എന്ത് ഈ റെഡ് എക്കോ എന്ന് പറഞ്ഞിട്ടുള്ള 2021 നടന്നിട്ടുള്ള ഈ ഒരു അറ്റാക്ക് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സസ്പെക്റ്റഡ് ചൈനീസ് APT ഗ്രൂപ്പ് അറ്റംപ്റ്റഡ് ടു ടാർഗറ്റ് ഇന്ത്യസ് ഇന്ത്യയുടെ പവർ ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവർ ടാർഗറ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോസിങ് ഡിസ്റപ്ഷൻസ് ആൻഡ് റൈസിങ് കൺസേൺസ് അബൌട്ട് പൊട്ടൻഷ്യൽ ഫർദർ അറ്റാക്സ്. ഇവരെന്ത് ചെയ്തു? ഇവർ വഴി ഈ ഒരു അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഡിസ്റപ്ഷൻസ് ഉണ്ടായി, ആ ഒരു പവർ ഗ്രിഡിൻ്റെ കാര്യത്തിൽ ഡിസ്റപ്ഷൻസ് ഉണ്ടായി. അതുപോലെ തന്നെ റൈസിങ് കൺസേൺസ് അബൌട്ട് പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ അറ്റാക്സ്. അവിടെ എന്ത് ചെയ്തു? ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടായിരുന്നു, ഫ്യൂച്ചറിൽ വീണ്ടും അറ്റാക്ക് വരുമോ എന്നുള്ള കാര്യം. ആ ഒരു രീതിയിൽ ഒരു അറ്റാക്ക് നടന്നു. ഇന്ത്യൻ പവർ ഗ്രിഡിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു APT ഹിഡൻ ആയിട്ട് നിൽക്കുന്നത്? ഹൗ APT സ്റ്റേ ഹിഡൻ? എങ്ങനെയാണ് അവർ ഹിഡൻ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒന്ന് ബാക്ക് ഡോർ, നമുക്ക് അറിയുന്നത് പോലെ തന്നെ അലോ അറ്റാക്കേഴ്സ് ടു റീ എൻ്റർ ദ സിസ്റ്റം എനി ടൈം. അവർക്ക് എപ്പോഴും എൻ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ബാക്ക് ഡോർ എന്ത് ചെയ്തു? അവർ ഈ ഒരു സിസ്റ്റംസിൽ അല്ലാന്നുണ്ടെങ്കിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസിൽ എന്ത് ചെയ്തു? ഇവർ കൊടുത്തു. ദെൻ എൻക്രിപ്ഷൻ. അവരെന്ത് ചെയ്തു? അറ്റാക്കേഴ്സ് എൻക്രിപ്റ്റ് ദെയർ ഡാറ്റ ട്രാഫിക് ടു അവോയ്ഡ് ഡിറ്റക്ഷൻ. ഇവർ
ഇവരെ ഡിറ്റക്റ്റ് ചെയ്യുന്നതിൽ നിന്നും അവരെന്ത് ചെയ്തു, എൻക്രിപ്ഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഇതുപോലെ നിലനിന്ന് പോയി. അവർക്ക് ആവശ്യമുള്ള അത്രത്തോളം ആ ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്യുന്നത് വരെ ഉള്ള കാലത്തോളം എന്ത് ചെയ്യും, ഇവർ ഈ ഒരു എൻക്രിപ്ഷൻ വഴി എന്ത് ചെയ്തു, അറ്റാക്കേഴ്സ് ഈ ഒരു ഡാറ്റ അല്ലാന്നുണ്ടെങ്കിൽ ഡാറ്റ ട്രാഫിക് അവയുടെ ഡിറ്റക്ഷൻ, അവർ ആ ഒരു ഡിറ്റക്ഷൻ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എൻക്രിപ്ഷൻ ചെയ്തു. ദെൻ പോളിമോർഫിക് മാൽവെയർ, അവിടെ എന്താ ഈ ഒരു പോളിമോർഫിക് മാൽവെയർ എന്ന് പറഞ്ഞാൽ മാൽവെയർ ദാറ്റ് ചേഞ്ച് ഇൻ ഇറ്റ്സ് കോഡ് ടു ഇവേഡ് ആൻറ്റിവൈറസ് ഡിറ്റക്ഷൻ. ഈ ആൻറ്റിവൈറസ് ഡിറ്റക്ഷനെ നിന്നും എന്താണ് ഇവേഡ് ചെയ്തുകൊണ്ട് ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു ആൻറ്റിവൈറസ് ഡിറ്റക്ഷൻ എന്ത് ചെയ്യില്ല, ആൻറ്റിവൈറസ് ഡിറ്റക്റ്റ് ചെയ്യില്ല ഈ ഒരു മാൽവെയറിനെ. ആ രീതിയിൽ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഹിഡൻ ആയി നിൽക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ യൂസ് ഓഫ് ലെജിറ്റിമേറ്റ് ടൂൾസ്, നമുക്ക് ലെജിറ്റിമേറ്റ് ആയിട്ട് തോന്നുന്ന തരത്തിലുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇവരിതുപോലെ ഹിഡൻ ആയിട്ട് നിൽക്കുന്നത്. അറ്റാക്കേഴ്സ് യൂസ് ലെജിറ്റിമേറ്റ് സിസ്റ്റം ടൂൾസ് ടു ബ്ലെൻഡ് ഇൻ വിത്ത് റെഗുലർ ആക്ടിവിറ്റീസ്. അതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്, ആ ഒരു വേർഡിനകത്ത് എന്ത് ചെയ്യും, ഒരു മാൽവെയറോ കാര്യങ്ങളോ ഇഞ്ചെക്ട് ചെയ്തിട്ട് അത് ലെജിറ്റിമേറ്റ് ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്ന ദൈനംദിന ജീവിതത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ എക്സൽ അതുപോലെ തന്നെ വേർഡൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്തു, ഇതുപോലെ ഇഞ്ചെക്ട് ചെയ്തിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഹൗ ടു ഡിഫെൻഡ് അഗെയിൻസ്റ്റ് APT, എങ്ങനെ APTക്ക് എതിരെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് മോണിറ്ററിംഗ് ആണ്. കണ്ടിന്യൂസ്ലി മോണിറ്റർ ഫോർ സസ്പിഷ്യസ് ആക്ടിവിറ്റി. ഇവിടെയൊക്കെയാണ് ഈ ഒരു സോക്കിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ വരുന്നത്. ഓക്കെ, സോ ഈ ഒരു 24/7 എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മളിതുപോലെ മോണിറ്ററിങ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരു പരിധിവരെ നമുക്കിതുപോലെ ഈ ഒരു ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ സെക്യൂരിറ്റി പാച്ചസ്. ഓക്കെ, കീപ് സോഫ്റ്റ്വെയർ അപ് ടു ഡേറ്റ് ടു പ്രിവെൻറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓർ വൾണറബിലിറ്റീസ്. നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കീപ്പ് എന്ത് ചെയ്യണം, നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് വെക്കണം. അതിനകത്ത് എന്ത് ചെയ്യും, വൾണറബിലിറ്റീസ് ഉണ്ട്, അത് ഫിക്സ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യണം, പാച്ചസ് കൊടുക്കണം. ദെൻ യൂസർ അവയർനെസ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അവർക്ക് സോഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്യാനുള്ളൊരു ഒരു മാർഗ്ഗമുണ്ട്. അപ്പോൾ അതും കൂടെ ആ ഒരു പഴുതുകൂടെ നമ്മൾ അടച്ചിരിക്കണം നമ്മുടെ യൂസേഴ്സിന്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ നമ്മളെന്ത് പറഞ്ഞ് മനസ്സിലാക്കണം, അവർക്ക് അവയർനെസ് കൊടുക്കണം. ട്രെയിൻ എംപ്ലോയീസ് ടു റെക്കഗ്നൈസ് ഫിഷിംഗ് ഇമെയിൽസ് ആൻഡ് അതർ അറ്റാക്സ്, മറ്റ് പല അറ്റാക്സും അതുപോലെ തന്നെ ഫിഷിംഗ് അറ്റാക്സിനൊക്കെ എന്ത് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്തിട്ട് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് വരുന്ന മെയിലിൽ നിന്നുമുള്ള ലിങ്ക്സ് ഒന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക എന്നുള്ള രീതിയിൽ അവെയർനെസ് കൊടുക്കുന്നതും വളരെയധികം നമ്മളെന്ത് ചെയ്യും, ഈ ഒരു APTയിൽ നിന്നും ഡിഫെൻഡ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ദെൻ റെഗുലർ ബാക്കപ്സ് നമ്മളെന്ത് ചെയ്യണം, എൻഷുർ ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ഡാറ്റ ക്യാൻ ബി റിക്കവേർഡ് ഇൻ കേസ് ഓഫ് എൻ അറ്റാക്ക്. ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാലും നമ്മളെ ഡാറ്റാസ് എന്തായിരിക്കണം, നമ്മൾ ബാക്കപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം, അപ് ടു ഡേറ്റ് ആയിട്ട് ബാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി അഥവാ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മുടെ ഡാറ്റാസ് എന്ത് ചെയ്തു, ഒരു മാൽവെയർ അറ്റാക്കിലോ എന്തെങ്കിലും തരത്തിൽ അറ്റാക്കിൽ പെട്ടുപോയാൽ എന്ത് ചെയ്യണം, നമുക്ക് ബാക്കപ്പ് ആയിട്ടൊരു ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യണം, എടുത്ത് വെക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് APTനെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.